ഇടുക്കിയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി പോലീസ് ഉദ്യോഗസ്ഥൻ വോട്ട് ചെയ്യാനെത്തിയതായി പരാതി. കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിലാണ് സംഭവം. കാർഡിലും കൗണ്ടർ ഫോയിലും തീയതി വ്യത്യാസം വന്നതിനെ തുടർന്ന് UDF അനുകൂല പാനലിലുള്ളവർ ചലഞ്ച് ചെയ്യുകയായിരുന്നു. വിവരങ്ങൾ രാഹുൽ വിജയൻ നൽകും. രാഹുൽ, ഗുഡ് ഈവനിംഗ്. ഈ വ്യാജന്മാരെ പിടിക്കല് പോലീസിന്റെ മറ്റൊരു ഉത്തരവാദിത്തമാണല്ലോ. ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ വ്യാജ ID കാർഡുമായി വരുന്നു. എന്താണ് സംഭവം? എന്താണ് നടന്നത്, രാഹുൽ? ശ്രീനിത, വ്യാജ വോട്ടർ ഐഡിയുമായി വോട്ട് ചെയ്യാൻ എത്തിയെന്നുള്ളതാണ് ആ പരാതി. അത് പോലീസുകാരനെതിരെയാണ്. കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നിരുന്നത്. എല്ലാ ജില്ലകളിലും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. എറണാകുളം ആസ്ഥാനമായിട്ടുള്ള പോലീസിന്റെ സംഘമാണ്. അതിൽ ഇടുക്കിയിൽ കുയിലിമലയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ വോട്ട് ചെയ്യാനെത്തിയ പോലീസുകാരൻ വ്യാജ ID കാർഡ് കൊണ്ടുവന്നു എന്നുള്ളതാണ് ആരോപണം. അത് UDF അനുകൂല സംഘടനയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇടതനുകൂല സംഘടനയിൽപ്പെട്ട ആളാണ് വോട്ട് ചെയ്യാൻ വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അവിടെ ഈ ID കാർഡിലും കൗണ്ടർ ഫോമിലും 2 ഡേറ്റ് ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വ്യാജ ID കാർഡാണ് കൃത്രിമമായി ഉണ്ടാക്കിക്കൊണ്ട് ഈ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായി വന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ പരാതിപ്പെടുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ പോലീസുകാരനെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ തിരിച്ചയച്ചു. അതും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനിടയാക്കി. ആ ID കാർഡ് മേടിച്ചു വെക്കാതെ അയാളെ തിരിച്ചയച്ചത് എന്ത് കൊണ്ടാണെന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഉയരുകയും ചെയ്തു. എന്തായാലും വിഷയത്തിൽ ഈ UDF അനുകൂല സംഘടന ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ശരി. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പോലീസ് തെരഞ്ഞെടുപ്പിൽ തന്നെ നടത്തുന്നു എന്നുള്ളതാണ്. ചില സമയത്തെ ഗൗരവമേറിയ വാർത്തയാണത്. പക്ഷെ കൗതുകമാണ് നമ്മൾക്ക് കൂടുതലും തോന്നുന്നത്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവർക്കൊക്കെ ഇത് ചെയ്യാൻ തോന്നുന്നത് എങ്ങനെയാണ്?